المال والملك لاختياره للماء ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൽമിനെ തിരഞ്ഞെടുത്തതിന്റെ പേരിൽ, അറിവിനെ ഇഷ്ടം വെച്ചതിന്റെ പേരിൽ, എനിക്ക് അറിവ് കിട്ടിയാൽ മതി, എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് അധികാരത്തിന്റെ പരമോന്നത പദവിയുണ്ട്, എന്നെ അനുഗ്രഹിക്കേണ്ട പടച്ചറപ്പേ, എനിക്ക് അറിവ് നൽകിയാൽ മതി എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അധികാരവും സമ്പത്തും നൽകി ആദരിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാസർഗോഡ് പൗരലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം അത് തന്നെയാണ്. നിങ്ങൾ ഇഷ്ടം വെച്ചതും നിങ്ങൾ പ്രിയം വെച്ചതും ആലിമീങ്ങളെയാണ്, ഇൽമിനെയാണ്, ഇൽമിനെയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി ഉറക്കമില്ലാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് പൗൽ മഖാമിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശയോടടുക്കുമ്പോൾ മനസ്സിൽ ചിന്താഗതി കടന്നു വരുകയാണ്. എനിക്ക് മഖാമിന്റെ പരിസരത്തേക്ക് പോകണം, എനിക്ക് ഇൽമു നുകരണം, അറിവ് നുകരണം. ഇൽമിനെ തിരഞ്ഞെടുത്തവരല്ലേ, അതിനെ ബഹുമാനിച്ചവരല്ലേ, ആലിമീങ്ങളെ ആദരിച്ചവരല്ലേ, അല്ലാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കളെ ഉറൂസുകൾ കൃത്യമായി കെങ്കേമമായി നടത്തുന്ന കാസർഗോഡ് നിവാസികളല്ലേ, കോട്ടയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ. അതുകൊണ്ടല്ലേ അല്ലാഹു നിങ്ങൾക്ക് സുലൈമാൻ നബിക്ക് നൽകിയതുപോലെ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തും നൽകി അനുഗ്രഹിച്ചല്ലയോ. ഇൽമിനെ തെരഞ്ഞെടുത്തതിന്റെ പേരിൽ, ഇൽമിന്റെ അഹ്ലുകാരെ ആദരിച്ചതിന്റെ പേരിൽ, അവരോടുള്ള ബഹുമാന ആദരവുകൾ കാത്തു സൂക്ഷിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആദരിച്ചുകൊണ്ട് അവരുടെ ഉറൂസുകൾ കൃത്യമായി ക്രിയാത്മകമായി നടത്തുന്നതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയില്ലേ, അല്ലാഹു നിങ്ങൾക്ക് ഖൈറിനെ പ്രദാനം ചെയ്തില്ലേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ആലിമീങ്ങളെയും ഇൽമിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമ്പത്തും അധികാരവും നൽകി അല്ലാഹു ആദരിക്കും. ഇൽമിനെ തിരഞ്ഞെടുക്കുന്നവന് എല്ലാം ലഭിക്കുമെന്നർത്ഥം. ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കണം, ആദരിക്കണം. ഇൽമിന്റെ സദസ്സ് പോലും വലിയ ആദരവാണ്. നബിയോടൊരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹ്യം മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടെ മയ്യിത്താ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസർ നിസ്കാരം കഴിഞ്ഞ് സ്വഹാബിയാകുന്ന ഒരു ചെറുപ്പക്കാരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ സുസ്മേരവദനായി പ്രവാചകന്റെ തിരുചാരത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന സഹോദരന്റെ ചാരത്തേക്ക് നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. നബിയോട് ഒരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹ്യം മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടെ മയ്യിത്താ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, നബിയേ, തങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? ഈ ചെറുപ്പക്കാരന് 1 മണിക്കൂർ സമയം മാത്രമേ ഈ ലോകത്ത് ബാക്കിയുണ്ടാവുകയുള്ളൂ.